വിവാഹത്തിന് 3 ദിവസം മുമ്പേ തന്നെ ബാലൻ ബാനുവിനെയും മോനെയും കൂട്ടി നാട്ടിലെത്തി. ബാലൻ ഹോട്ടലിലാണ് താമസിച്ചത്. ബാനുവും മോനും സ്വന്തം വീട്ടിലും. ബാനു വളരെ മനോവിഷമത്തിലായിരുന്നു. ബാലൻ അതൊന്നും കണ്ട ഭാവം നടിച്ചില്ല. ബാനു മോനെയും കൂട്ടി അടുത്തുള്ള അമ്പലത്തിൽ പോയി തിരിച്ചു വരികയായിരുന്നു. വഴിയോരത്തെ കാഴ്ചകൾ ബിജുമോന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവൻ വളരെ സന്തോഷത്തിൽ ഓരോന്ന് ചോദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയായിരുന്നു. ഇടവഴിയിൽ നിന്നും റോഡിലെത്തിയപ്പോൾ പെട്ടെന്നാണ് എതിരെ വരുന്ന രാജീവിനെ കണ്ടത്. 4 കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ഇരുവർക്കും ചോദിക്കാനും പറയാനും ഒത്തിരിയേറെ ഉണ്ട്. എന്നാൽ വാക്കുകൾക്ക് പെട്ടെന്ന് ക്ഷാമം വന്നതുപോലെ. ഏറെ നേരം തൊണ്ടയിൽ നിന്ന് ഒരു വാക്കും പുറത്തു വന്നില്ല. പറയുവാനുള്ളതെല്ലാം ഇരുവരുടെയും നോട്ടത്തിലടങ്ങിയിരുന്നു. രാജീവിൻ്റെ വിഷാദം കലർന്ന മിഴികളിലേക്ക് നോക്കിയപ്പോൾ ബാനുവിൻ്റെ മിഴികൾ നീർന്നണിഞ്ഞു. വിലപിടിച്ച സമയം പാഴായിപ്പോകുന്നുവെന്ന് മനസ്സിലാക്കിയ രാജീവ് തന്നെ നിശബ്ദത ഭഞ്ജിച്ചു. ബാനു എന്നാണ് വന്നത്? കണ്ണിമയ്ക്കാനാകാതെ ഉരിയാടാനാകാതെ അവൾ നിന്നു. എന്താ ബാനു, സുഖം തന്നെയല്ലേ? രാജീവ് അല്പം കൂടി ധൈര്യത്തിൽ ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ ബാനു നിർനിമേഷയായി നിന്നു. രാജീവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് ഇത്ര പെട്ടെന്നായിരിക്കുമെന്ന് കരുതിയില്ല. ഇന്ന് രാജീവ് തൻ്റെ ആരുമല്ല, വെറും ഒരു അന്യപുരുഷൻ, അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്ത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരാധിക്കുകയും പ്രണയിനിയായി ലഭിക്കണമെന്ന് ആശിക്കുകയും ചെയ്ത ഒരു നിശബ്ദ കാമുകൻ. ഇന്ന് പഴയ കോളേജ് കുമാരനല്ല, എല്ലാം തികഞ്ഞ ഒരു ഒത്ത പുരുഷൻ. നിരവധി പേർക്ക് ഒരു പുതുജീവൻ നൽകാൻ കെൽപ്പുള്ള ഒരു ഡോക്ടർ. പലതും ചോദിക്കാനും പറയുവാനും ഉണ്ടായിരുന്നു. പക്ഷേ വാക്കുകൾ പുറത്തു വരുന്നില്ല. അവളുടെ വിഷമം കണ്ടിട്ടാവണം രാജീവിൻ്റെ ശബ്ദം ഉയർന്നു. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അന്ന് എനിക്ക് ബാനുവിനെ നഷ്ടപ്പെട്ടു. അല്പമെങ്കിലും അത് പരിഹരിക്കാനായി ബാനു തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ തന്നെ ഞാൻ സ്വീകരിക്കുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് മാത്രമാണ് അവളെ കാണുവാനായി ഞാൻ മദ്രാസിൽ വരാതിരുന്നത്. ആ ശബ്ദം ഇടറിയിരുന്നു എന്നവൾ മനസ്സിലാക്കി. രാജീവിൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പോറലേൽപ്പിച്ചു. അല്പം ദൂരെ നിന്നും ആരോ സംസാരിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അവൾ പിരിഞ്ഞു. നാളെ കാലത്ത് എൻ്റെ വീട്ടിൻ്റെ പടിക്കലൊന്ന് വരുമോ? തിരിഞ്ഞു നടക്കുമ്പോൾ ബാനു ചോദിച്ചു. എന്തിനാണെന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് രാജീവ് സമ്മതഭാവത്തിൽ തലകുലുക്കി. ബിജുമോനെ ഒന്ന് തലോടിയ ശേഷം രാജീവ് നടന്നകന്നു. പകൽ മുഴുവൻ സഹോദരങ്ങളുടെ കൂടെ ചിലവഴിച്ചു. അവരുടെ വർത്തമാനത്തിൽ പങ്കുചേർന്നപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരാശ്വാസം തോന്നി. എത്ര കാലമായി ഇങ്ങനെയൊന്ന് ചിരിച്ചിട്ട്? വീർപ്പുമുട്ടിയ തൻ്റെ ജീവിതത്തിൽ കളിയും ചിരിയുമെല്ലാം എത്രയോ അകലെ. അതെല്ലാം തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ട കനികളാണ്. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി വിധിയുടെ ക്രൂര വിനോദത്തിന് കീഴടങ്ങുക എന്നല്ലാതെ തന്നെ പോലുള്ള ഒരു നിർധന പെൺകുട്ടിക്ക് മറ്റെന്ത് ചെയ്യുവാൻ കഴിയും? മകൾ സുഖമായിരിക്കുന്നുവെന്ന് വീട്ടിലെല്ലാവരും കരുതട്ടെ. എന്തിന് അവരെ കൂടി ദുഃഖിപ്പിക്കണം? അതിനാൽ അവൾ വീട്ടിൽ ആരോടും തൻ്റെ നിറം മങ്ങിയ ജീവിതത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ പുറത്തെ ഭീകരത അവളെ നടുക്കി. തുറന്നിട്ട് ജനാല കൂടി പുറത്തേക്ക് നോക്കി നിന്നപ്പോൾ അവളുടെ മനസ്സിൽ രാജീവിൻ്റെ നിഷ്കളങ്ക വദനം ഉയർന്നു വന്നു. രാജീവിൻ്റെ ഹൃദയരഹസ്യം ആദ്യമേ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ താൻ വെള്ളിയാടത്തെ തറവാട്ടിൽ സന്തോഷത്തോടെ കഴിയുമായിരുന്നേനെ. അതിനൊത്തില്ലെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ രാജീവിനോടൊപ്പം സംതൃപ്തമായൊരു കുടുംബജീവിതം നയിക്കുമായിരുന്നില്ലേ? എന്തെങ്കിലും ഒരു വാക്കു രാജീവിൽ നിന്നും വന്നിരുന്നെങ്കിൽ ഒരിക്കലും ബാലേട്ടൻ്റെ കയ്യിലകപ്പെടാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേനെ. രാജീവിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ കഴിഞ്ഞേനെ. ചിന്ത അത്രത്തോളം എത്തിയപ്പോഴേക്കും അവളുടെ മനസ്സിൽ ഒരു പുതിയ തീരുമാനം ഉടലെടുത്തു. എന്തു വന്നാലും രാജീവ് ആശ എന്ന വഞ്ചകിയുടെ കയ്യിലകപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ഇനി രാജീവിന് വേണ്ടി ഒരു സുഹൃത്തെന്ന നിലയിൽ തനിക്ക് അതുമാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചവനെ അറിഞ്ഞുകൊണ്ട് ചതിയിൽപ്പെടുത്തരുത്. ബാലേട്ടൻ അറിയാതെ സത്യം രാജീവിനെ അറിയിച്ചേ വെക്കൂ. എല്ലാം അറിഞ്ഞിട്ടും രാജീവിന് ഇഷ്ടമാണെങ്കിൽ ആശയെ വിവാഹം ചെയ്തോട്ടെ. എന്നാലും എല്ലാം അറിഞ്ഞിട്ടും അറിയിച്ചില്ലല്ലോ എന്ന കുറ്റബോധം തന്നെ പിന്തുടരില്ലല്ലോ. മീനു അടുക്കളയിൽ അമ്മയെ സഹായിക്കുകയാണ്. അവൾ തിരിച്ചെത്തും മുമ്പേ കത്തെഴുതി വയ്ക്കണം. മോന് ഉറങ്ങിയപ്പോൾ അവൾ പെനയുമെടുത്ത് ഇടറുന്ന മനസ്സോടെ എഴുതാനിരുന്നു.
എങ്ങനെ തുടങ്ങണമെന്നറിയാതെ അവൾ വിഷമിച്ചു. അങ്ങകലെ രാപ്പാടികളുടെ ചിറകടിയൊച്ചകൾ. മനസ്സൊരു കൊടുങ്കടലായി മാറി. എൻ്റെ കത്ത് വായിച്ച ശേഷം രാജീവ് വിവാഹത്തിൽ നിന്നും പിന്മാറിയാൽ അതിന് ഉത്തരവാദി തൻ്റെ ഭാര്യയാണെന്ന് ബാലേട്ടൻ അറിഞ്ഞാൽ? പേന അവളുടെ കൈവിരലുകളിൽ അമർന്നു വിറച്ചു. എന്നാലും നല്ലൊരു മനുഷ്യനെ ചതിക്കാൻ കൂട്ടുനിൽക്കരുതെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. വരുന്നിടത്ത് വെച്ചു കാണാം. മനസ്സിൽ നിന്ന് ആരോ ധൈര്യം പകരുകയാണോ? പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ മോനുണർന്നാലോ? ഹോട്ടൽ മുറിയിൽ കാമുകിയുമൊത്ത് രസിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ മുഖം മനസ്സിൽ നിറഞ്ഞു നിന്നപ്പോൾ ഭാനു എന്ന ഭാര്യ ധൈര്യപൂർവ്വം പേന കയ്യിലെടുത്തു ചലിപ്പിച്ചു. കൊച്ചുമുതലാളിക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്നാലും ഒരിക്കൽ കൂടി കൊച്ചുമുതലാളി എന്നെ ധൈര്യപൂർവ്വം വിളിക്കട്ടെ. അങ്ങയുടെ ഹൃദയരഹസ്യം ഈ ഭാഗ്യഹീനയെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ. ദാരിദ്ര്യദേവതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന ഈയുള്ളവൾക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത അന്നത്തെ മോഹങ്ങൾക്ക് നിറം കൊടുക്കാതിരിക്കാൻ ഞാനും മനഃപൂർവ്വം ശ്രമിച്ചു. അവിടുത്തെ ശ്രീകോവിലിൽ ഇങ്ങനെയൊരു വിഗ്രഹം പൂജിച്ചിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബാലേട്ടൻ്റെ ഭാര്യാപദവി സ്വീകരിക്കില്ലായിരുന്നു. മനുഷ്യമോഹങ്ങൾ തട്ടിത്തെറിപ്പിച്ച് ആമോദത്തോടെ നൃത്തമാടുന്ന വിധി എനിക്ക് നൽകിയതെന്താണെന്ന് ഞാൻ ഇതുവരെയും അറിയിച്ചില്ലല്ലോ. ഭാനുവിന് സുഖമാണോ എന്ന് ചോദിച്ചില്ലേ? അതെ, വളരെ സുഖമാണ്. ഭക്ഷണത്തിന് വിഷമമില്ല. ഉടുക്കാൻ വസ്ത്രങ്ങൾ ധാരാളം. ലോകരുടെ മുന്നിൽ സ്നേഹസമ്പന്നനായ ഭർത്താവും മിടുക്കനായ ഒരു ഓമനക്കുഞ്ഞും. ഒരു സ്ത്രീക്ക് മറ്റെന്തു വേണം അല്ലേ? പക്ഷേ അവളുടെ വികാരങ്ങളെ മാനിക്കാതെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കൂത്താടി നടക്കുന്ന ഭർത്താവിനെക്കുറിച്ച് എന്തെഴുതണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാനിപ്പോൾ എഴുതുന്നില്ല. മറ്റന്നാൾ കാലത്ത് രാജീവ് താലി കെട്ടാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ച് അല്പം എഴുതുവാൻ എന്നെ അനുവദിക്കൂ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ 5 വർഷമായുള്ള കാമുകിയാണ് ആശയെന്ന് എഴുതേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. എൻ്റെ ജീവിതമോ അവൾ തകർത്തു. ഇനി രാജീവിൻ്റെ ജീവിതം തകരാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാനിത് അറിയിക്കുന്നത്. ഞാൻ അറിയാതെ ബാലേട്ടനൊരുക്കിയ കെണിയാണിത്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കൂടാതെ അവളൊരു അപസ്മാര രോഗിയുമാണ്. വിവരം ഞാൻ അറിഞ്ഞപ്പോൾ നാട്ടിലേക്ക് എഴുതി ആരെയും അറിയിക്കരുതെന്ന് എന്നെ കർശനമായി വിലക്കിയിരുന്നു. കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ സൽപ്പേരും പോകില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആരെയും അറിയിക്കാതിരുന്നത്. കൂട്ടത്തിൽ എൻ്റെ സ്വാർത്ഥതയും ഞാൻ മറച്ചുവെക്കുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ബാലേട്ടനെ തിരിച്ചു കിട്ടിയാലോ എന്നും ഞാൻ വിചാരിക്കാതിരുന്നില്ല എന്ന് ഭാനു. ഒരാവർത്തി കൂടി കത്ത് വായിച്ച ശേഷം അവൾ അത് മടക്കി കിടക്കയുടെ അടിയിൽ. പുറത്ത് ഇരുട്ടിന് കട്ടിക്കൂടി വന്നു. പിറ്റേന്ന് പ്രഭാതത്തിൽ കിളികളുടെ കളകാരവം കേട്ടാണ് അവൾ ഉണർന്നത്. അനിയത്തി കൊണ്ടുവന്ന കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ അവൾ ഓർത്തു, രാജീവ് വന്നില്ലെങ്കിൽ. അതോർത്തപ്പോൾ ഭാനു ഞെട്ടിപ്പോയി. മനസ്സൊരു തിളച്ചുമറിയുന്ന കടലായി മാറി. അതിൽ നിന്നും നീരാവി മേലോട്ടുയർന്നു. പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. തുമ്പിയെ പിടിക്കാനായി നടക്കുന്ന ബിജുമോനെ നോക്കി നിൽക്കുന്ന മട്ടിൽ പുറത്തേക്ക് കണ്ണും നട്ട് അവൾ നിന്നു. അച്ഛൻ പടികളിറങ്ങിപ്പോയപ്പോൾ അവൾക്ക് ആശ്വാസമായി. അവൾ വന്നതിൽ പിന്നെ അമ്മയും വീട്ടിൽ തന്നെയാണ്. അമ്മായിയമ്മ അടുക്കളപ്പണിക്ക് പോകുന്നു എന്നറിയുമ്പോൾ ബാലന് കുറച്ചിലായെങ്കിലോ എന്ന് കരുതിയാണ് ഭർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നാണി ലീവ് എടുത്തിരിക്കുന്നത്. രാധകൊച്ചമ്മയ്ക്ക് തൻ്റെ സേവനം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണിത്. എന്നിട്ടും അവർ എതിരൊന്നും പറഞ്ഞില്ല. അവർക്കും അറിയാമല്ലോ അതിൻ്റെ കാരണം. താൻ മനമില്ലാ മനസ്സോടെയാണ് ലീവിനെക്കുറിച്ച് സംസാരിച്ചത്. നാണി മുറ്റമടിച്ച് വൃത്തിയാക്കി കുടവുമെടുത്ത് കിണറ്റിനക്കരയിലേക്ക് പോയപ്പോൾ ഭാനു ധൈര്യപൂർവ്വം പടിക്കൽ വന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രാജീവ് അതിലേ വന്നു. ബ്ലൗസിനടിയിൽ ഭദ്രമായി വച്ചിരുന്ന കത്തെടുത്ത് രാജീവിനെ ഏൽപ്പിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അത് സ്വീകരിക്കുമ്പോൾ അതിലെ ഉള്ളടക്കം അറിയാനായി അയാളുടെ ഹൃദയം ത്വരിതഗതിയിൽ മിടിക്കാൻ ആരംഭിച്ചു. തൽക്കാലം അത് നിയന്ത്രിച്ചുകൊണ്ട് മുറ്റത്ത് കളിക്കുന്ന ബിജുമോനെ ഇമവെട്ടാതെ അയാൾ നോക്കി നിന്നു. എന്തെല്ലാമോ കുശലവിശേഷങ്ങൾ ചോദിച്ച ശേഷം വന്ന വഴിയെ അയാൾ തിരിച്ചുപോയി. ശാന്തി പകരുന്ന ഒരു കുളിർക്കാറ്റ് അതിലേക്ക് കടന്നു വന്നു.
തന്റെ കത്ത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തപ്പോൾ ഭാനു നെടുവീർപ്പിട്ടു. അതുവരെ അടക്കിവച്ചിരുന്ന വേദന നീരാവിയായി മേലോട്ടുയർന്നു. അവൾ ഗുരുവായൂരപ്പന്റെ ഫോട്ടോവിന് മുന്നിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഭഗവാനെ, നല്ലതു മാത്രം വരുത്തേണമേ. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല. തെറ്റാണെങ്കിൽ പൊറുക്കേണമേ. ഒരു പക്ഷേ ബാലേട്ടൻ തന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുമായിരിക്കും. ഈ ബന്ധം ഇങ്ങനെ നിന്നിട്ടും എന്താണ് പ്രയോജനം? ഒരു വേണ്ടാത്ത ഭാര്യയായി ജീവിക്കുന്നതിൽ നല്ലതല്ലേ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയായി ജീവിക്കുന്നത്? അതാണ് തന്റെ വിധിയെങ്കിൽ അനുഭവിക്കുക തന്നെ. തനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. എനിക്കെന്റെ ബിജുമോനുണ്ടല്ലോ, അത് മതി എനിക്ക് ജീവിക്കാൻ. ബാലേട്ടൻ എന്നെ വേണ്ടെങ്കിൽ വേണ്ട. യുടെ വീട്ടിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തിരക്കിട്ട് നടക്കുകയാണ്. വധുവിന് ബന്ധുക്കൾ അധികമാരും ഇല്ലാതിരുന്നതിനാൽ അമ്പലത്തിൽ പോയി മാലയിട്ട ശേഷം വരന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അവിടെ കാര്യമായി ഒരു സദ്യ ഒരുക്കാൻ തന്നെ ദാമോദരൻ നായർ തീരുമാനിച്ചു. ഇതുകൂടി ഭംഗിയായി കഴിഞ്ഞാലേ ദാമോദരൻ നായർക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ രാജീവിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനെയും അമ്മയും ഇല്ലാത്ത കുട്ടിയാണ് അവൻ ഒരിക്കലും തോന്നരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ വിവാഹത്തിന് അവൻ ആദ്യം അല്പം വിസമ്മതിച്ചെങ്കിലും അതിൽ ഒരു അപാകതയും തോന്നിയില്ല. എല്ലാ ആൺകുട്ടികളും അങ്ങനെ തന്നെയല്ലേ ആദ്യം പറയുകയുള്ളൂ, ദാമോദരൻ നായർ സമാധാനിച്ചു. മദ്രാസിൽ ജോലി കിട്ടിയ പിന്നെ രാജീവ് കൂടുതൽ മൗനിയായി കാണുന്നുണ്ട്. അവന്റെ ഭാവം കണ്ടാൽ സന്യസിക്കാൻ പോവുകയാണെന്ന് തോന്നും. ആശയെപ്പോലെ സാമർഥ്യമുള്ള ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ രാജീവ് പ്രസന്നവദനായി മാറും. ആശയെ കണ്ടപ്പോൾ തന്റെ ആഗ്രഹം അസ്ഥാനത്തല്ലെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ട്. നല്ല ചുറുചുറുക്കുള്ള സുന്ദരിയായ പെൺകുട്ടി. ബാലനും ഭാനുവിനും നല്ലപോലെ അറിയാവുന്ന കൂട്ടായതിനാൽ സ്വഭാവ ഗുണത്തെപ്പറ്റി ഒറ്റൊന്നും ആലോചിക്കാനുമില്ല. വാക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി അന്വേഷിച്ചു, അവന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടോ എന്ന്. നിന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ മടിക്കാതെ പറയണം. ആരായിരുന്നാലും നിന്റെ ആഗ്രഹത്തിന് ഈ അമ്മാവൻ എതിര് നിൽക്കില്ല. സന്തോഷത്തോടെ നടത്തിത്തരും. മരുമകന്റെ ആഗ്രഹത്തിന് എന്നും മുൻഗണന കൊടുത്തിട്ടുള്ള സ്നേഹസമ്പന്നനായ അമ്മാവന്റെ സ്വരം. അങ്ങനെ ആരുമില്ല അമ്മാവ, ഇപ്പോൾ തന്നെ കല്യാണം വേണ്ടെന്നു മാത്രം. രാജീവിന്റെ മറുപടി കേട്ടപ്പോൾ ദാമോദരൻ നായർ പുഞ്ചിരിച്ചു. ആരെങ്കിലും പറയുമോ എനിക്കിപ്പോൾ കല്യാണം വേണമെന്ന്? ഡോക്ടറായാൽ എന്താ, ഇന്നും അവൻ അമ്മാവന്റെ പഴയ അനുസരണയുള്ള രാജീവ് തന്നെ. രാധ പറഞ്ഞു. ഭാര്യയുടെ അഭിപ്രായ പ്രകടനം കൂടി കേട്ടപ്പോൾ ദാമോദരൻ നായർക്ക് പിന്നീടൊന്നും ആലോചിക്കാനുണ്ടായില്ല. മണി 6 ആയി. ഇനിയും പുറത്തെവിടെയോ പോയിട്ടുള്ള രാജീവ് തിരിച്ചെത്തിയിട്ടില്ല. 7:30 മണിക്ക് ഗുരുവായൂർക്ക് പോകുവാൻ 2 ടാക്സികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദൂരം അത്ര അധികമൊന്നുമില്ല. എന്നാലും രാവിലെ തിരക്കു പിടിച്ച് എത്തിച്ചേരാതിരിക്കാനായി എന്ത് കാര്യവും സമാധാനത്തോടെ ചെയ്യണമെന്ന നിർബന്ധമുള്ള ദാമോദരൻ നായർ തലേന്ന് രാത്രിയിൽ തന്നെ പോയി അവിടെ താമസിക്കുവാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. രാധയുടെ അമ്മയും അനിയത്തിയും 2 ദിവസം നേരത്തെ തന്നെ എത്തിയിരുന്നു. വീടിന്റെ ചുമതല അമ്മയെ ഏൽപ്പിച്ചാണ് രാധ ഗുരുവായൂർക്ക് പോകാൻ തയ്യാറായത്. അമ്മയുടെ കൂടെ പോകാൻ റീനമോൾ ചിടുങ്ങുമ്പോൾ അവളെ ഓരോരോ പുനാരവാക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. മൂത്ത മോള് ദിവ്യയ്ക്ക് അനിയത്തിയെ നോക്കാൻ നേരമില്ല. രാധയുടെ അനിയത്തി റീനമോളുടെ നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകാമെന്ന് രാധ തീർച്ചയാക്കി. രാധേ, രാജീവ് ഇനിയും വന്നില്ലേ? മേൽമുറ്റത്തെ കല്യാണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ ദാമോദരൻ നായർ ഇടയ്ക്കിടെ വിളിച്ചന്വേഷിക്കുന്നു. അവനിപ്പോൾ എത്തിക്കോളും. വഴിയിൽ കൂട്ടുകാരെ ആരെങ്കിലും കണ്ടിട്ട് സംസാരിച്ചു നിൽക്കുകയായിരിക്കും. രാധ ഭർത്താവിനെ സമാധാനിപ്പിച്ചു. മണി 7 ആയപ്പോൾ ദാമോദരൻ നായർ ചിന്താധീനനായി. വഴിയിൽ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ? അങ്ങനെയൊന്നും ഉണ്ടാവരുതേ എന്ന് അദ്ദേഹം മനമുരുകി പ്രാർത്ഥിച്ചു. ഉച്ചയ്ക്ക് അവൻ ഉണ്ണാൻ വരില്ലെന്ന് പറഞ്ഞിരുന്നോ? അക്ഷമനായി ദാമോദരൻ നായർ മുറ്റത്തു അങ്ങുമിങ്ങും നടന്നു. ഏതോ ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു. പേരെനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ഉണ്ണാൻ വിളിച്ചിരിക്കുകയാണത്രേ. 5 മണിക്ക് മുമ്പേ എന്തായാലും തിരിച്ചെത്തുകയില്ല എന്നും പറഞ്ഞിരുന്നു. രാധ ഓർമ്മയിൽ നിന്നും ചികന്നെടുത്ത മട്ടിൽ പറഞ്ഞു. ആ മറുപടി അല്പം ആശ്വാസത്തിന്റെ പങ്ക് നൽകി. ടാക്സി അല്പനേരം വൈകിയാലും സാരമില്ല. കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വരുമെന്നല്ലേ ഉള്ളൂ. അതിനുള്ള കാശ് കൊടുത്താൽ പോരെ? അയാൾ സമാധാനിച്ചു. 7:15 ആയപ്പോൾ ദാമോദരൻ നായർക്ക് പരിഭ്രമമായി. ടാക്സി 7:30 വരുവാൻ ഏർപ്പാട് ചെയ്ത വിവരം രാജീവിനും അറിയാവുന്നതാണ്. പിന്നെ എന്തിനിങ്ങനെ വൈകിക്കണം? ഇനിയും എത്തിച്ചേരാതിരിക്കണമെങ്കിൽ തക്കതായ കാരണമുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്.
ടാക്സി വന്നാലുടനെ അവനെ അന്വേഷിച്ചിറങ്ങണം. ഇനിയും കാത്തിരുന്നാൽ പറ്റില്ല. അപ്പോഴേക്കും മുറ്റത്ത് ടാക്സിയുടെ ശബ്ദം കേട്ടു. അദ്ദേഹം ഷർട്ട് മാറ്റിയിടുവാനായി അകത്തു കയറി.